ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മണത്തല നേർച്ചയുടെ വർണ്ണമാല കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നേർച്ച കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് വർണ്ണമാല ഉണ്ടായിരിക്കുക. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നേ. അതുപോലെ തന്നെ അന്നാണ് കേട്ടോ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫയ്യക്കുട്ടിയും പാത്തുക്കുട്ടിയൊക്കെ അവർക്ക് മേടിച്ചിട്ടുള്ള സാധനങ്ങളാണ് കൈ പിടിച്ച് നിൽക്കുന്നത്. പിന്നെ അവർക്കതൊക്കെ കണ്ടിട്ട് എന്താ മേടിക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല വില ഉണ്ടായിരുന്നു. പിന്നെ പൂരത്തിനാണെങ്കിലും നേർച്ചക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും സാധനങ്ങൾക്ക് നല്ല വില ആയിരിക്കുമല്ലോ. പിന്നെ അത്ര അങ്ങോട്ട് ഈട് നിൽക്കുന്ന സാധനങ്ങളും ആയിരിക്കില്ല. എന്നാലും കുട്ടികൾക്കത് കണ്ടു കഴിഞ്ഞാൽ മേടിക്കാണ്ട് പറ്റൂലല്ലോ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ മറ്റേ ബിൽഡിംഗ് ബ്ലോക്ക്സ് ഉണ്ടാവില്ലേ, കട്ട വീടൊക്കെ ഉണ്ടാക്കണം, അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫയ്യക്കുട്ടി കളർ ചെയ്യണ ഒരു ഇതൊക്കെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറേ നേരമൊക്കെ നമ്മൾ വർണ്ണമാല കണ്ടു നിന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നേരം ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു അവിടെ. നല്ല തിരക്ക് തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നേർച്ചയ്ക്ക് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഇത് ജിലേബിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജിലേബി. നേർച്ചക്കൊക്കെ കിട്ടണം ജിലേബി. അതിൽ ആ വെള്ള ജിലേബിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അതുപോലെ തന്നെ കറുത്തലുവ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പൊരിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊരിയും വാങ്ങിച്ചു. പിന്നെ മറ്റേ ഉഴുന്നട ഉണ്ടല്ലോ, അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ കാണിക്കുന്ന സമയത്ത് പാത്തുട്ടിയും ഫയ്യക്കുട്ടിയൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അവർ സ്കൂളിൽ പോയിക്കണേ. നേർച്ചയൊക്കെ കഴിഞ്ഞ് വന്ന് മദ്രസയിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല, സ്കൂളിൽ പോയിട്ടുണ്ട്. പിന്നെ നേർച്ച കഴിഞ്ഞ് വന്ന് നല്ല നേരം വൈകിട്ട് കിടന്ന കാരണം തന്നെ മദ്രസയിലേക്ക് എണീക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനും വിചാരിച്ചു ക്ഷീണം ഉണ്ടാവുമല്ലോ വിചാരിച്ചിട്ട് പിന്നെ അവർ വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി അപ്പോൾ നമുക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് മുറിച്ച് സെറ്റാക്കി വെക്കട്ടെ. ജിലേബി പിന്നെ നല്ല വലുതായതുകൊണ്ട് തന്നെ ഒന്നും മൊത്തം അങ്ങോട്ട് നമ്മൾ കഴിക്കില്ലല്ലോ. അപ്പോൾ അത് പകുതിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അലുവൊക്കെ ഒന്ന് മുറിച്ച് വെച്ചു. പിന്നെ കയ്യിൽ നല്ല മെഴുക്കാവണതുകൊണ്ടാണ് ഞാൻ ആ ഒരു കവറിൽ തന്നെ വെച്ച് മുറിക്കുകയാണ് ചെയ്തത്. പിന്നെ രാവിലെ ചായക്ക് വേണ്ടിയിട്ട് ഉഴുന്നുവട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, സമൂസ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരത്തിന് വേണ്ടിയിട്ട്. അയ്യോ കുട്ടി എന്ത് ചെയ്യണം? പെയിന്റ് അടിക്കുക. ഇതിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ട്. വെള്ളം നിറച്ചിട്ട് നമ്മളിങ്ങനെ ഇതെടുത്തിട്ട് ഇവിടുത്തെ സ്റ്റിക്കർ വരയ്ക്കാം. നോക്കട്ടെ, സ്റ്റിക്കർ നോക്കട്ടെ. അപ്പൊ ഇങ്ങനെ എടുത്തിട്ട് അടിക്കാം. എവിടുന്ന കിട്ടി ഫയ്യാക്ക്? നേർച്ചയ്ക്ക് പോയപ്പോ മേടിച്ചില്ല. അതിൻ്റെ അപ്പുറത്തിരിക്കണത് എന്താ? അത് എവിടുന്ന കിട്ടി? നേർച്ചക്ക് പോയപ്പോ മേടിച്ചില്ലേ. അങ്ങനെ ഫയ്യക്കുട്ടിക്ക് നേർച്ചയ്ക്ക് പോയപ്പോൾ വാങ്ങിച്ചത് ഇതാണ് കേട്ടോ. കളർ കൊടുക്കണ ഒരു ബുക്കും പിന്നെ അതിൽ തന്നെ ഉണ്ട് അങ്ങനെ വാട്ടർ കളറൊക്കെ, അതും പിന്നെ ഒരു ക്ലേഡ് അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായിട്ട് അവൾ പിന്നെ സ്കൂളിലിട്ട് വന്നപ്പോൾ അത് തന്നെയായിരുന്നു പണി. ഇത് ഫുള്ളുണ്ട് ഇതില്? ഫുള്ളുണ്ട് അതില്? 50. എന്തപ്പം ഉണ്ടാക്കണം? അതെന്തുണ്ടാക്കിയത്? ഇതെന്താ? തൂണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അവനതായിട്ട് ഉണ്ടാക്കിയായിരുന്നേ. അവനൊന്ന് ട്യൂഷന് പോകാനൊന്നും വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പിന്നെ ട്യൂഷനൊക്കെ പോയിട്ട് രാത്രി വന്നിട്ടാണ് കേട്ടോ അതായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ ബൈ.